നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം നഗരത്തിലെ ബാർ ഹോട്ടലിൽ സംഘർഷം, ഒരാൾക്ക് കുത്തേറ്റു. വധശ്രമ കേസിൽ 4 പേർ അറസ്റ്റിൽ. ചെറുതുരുത്തി കൊച്ചി പാലത്തിന് സമീപം മിനി ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ബസ് യാത്രക്കാർക്ക് നിസ്സാര പരിക്ക്. ചൈതന്യത്തിന് കളങ്കമേൽക്കാത്ത പരിപാലനമാണ് യഥാർത്ഥ ക്ഷേത്ര സംരക്ഷണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി. കോട്ടായി ചമ്പ്രക്കുളം അയ്യപ്പൻകാവിൽ നവീകരിച്ച പ്രദക്ഷിണ വഴി സമർപ്പണം. നവീകരണം പുരോഗമിക്കുന്ന മാങ്കുർശി ഭഗവതി ക്ഷേത്രം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്ദർശിച്ചു. ശതാബ്ദി നിറവിൽ കൈലിയാട് KVUP സ്കൂൾ. വിപുലമായ ആഘോഷ പരിപാടികൾ തുടരുന്നു. വിദ്യാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകർക്ക് ആദരവും. 75 വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം നഗരത്തിലെ ബാർ ഹോട്ടലിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. തോട്ടക്കര പറയങ്കണ്ടത്തിൽ മജീദിന് നേരെയായിരുന്നു ആക്രമണം. വധശ്രമക്കേസിൽ 4 പേരെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമക്കേസിൽ ലക്കിടി പയ്യപ്പാട്ടിൽ നിഷിൽ 45 വയസ്സ്, SRK നഗർ പൂവത്തിങ്കൽ സക്കീർ ഹുസൈൻ 47 വയസ്സ്, കണ്ണിയമ്പുറം പാറയ്ക്കൽ അബ്ബാസ് 43 വയസ്സ്, പനമണ്ണയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് പട്ടാണിത്തെരുവിലെ ഷബീർ അലി 40 വയസ്സ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വയറ്റിൽ കുത്തേറ്റ മജീദിനെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ രാത്രി 7ഓടെയായിരുന്നു ആക്രമണം. കുത്തേറ്റയാളും അക്രമികളും ഒന്നിച്ചിരുന്ന് മദ്യം കഴിച്ച ശേഷം ബിൽ അടയ്ക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ 4 പേരും കസ്റ്റഡിയിലായി. പോലീസ് ഇൻസ്പെക്ടർ A. അജീഷ്, SI M. സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം മിനി ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് അപകടം. ബസ് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ ചേലക്കരയിൽ നിന്ന് പൈങ്കുളം വഴി ഷൊർണൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. തൊട്ടുമുന്നിലെത്തിയ വാഹനത്തിനായി മീൻ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്ന മിനി ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോഴാണ് സ്വകാര്യ ബസ് വാഹനത്തിന്റെ പിറകിലിടിക്കുന്നത്. ക്ഷേത്രങ്ങളുടെ ചൈതന്യത്തിന് കളങ്കം തട്ടാതെ കാത്തുസൂക്ഷിക്കലാണ് യഥാർത്ഥ ക്ഷേത്ര പരിപാലനമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി. കോട്ടായി ചമ്പ്രക്കുളം അയ്യപ്പൻകാവിൽ നവീകരണം പൂർത്തിയാക്കിയ ക്ഷേത്ര പ്രദക്ഷിണ വഴിയുടെയും അനുബന്ധ പ്രവൃത്തികളുടെയും സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. നവീകരണം ക്ഷേത്രങ്ങളിൽ സമയബന്ധിതമായി നിർബന്ധമായി നടക്കേണ്ട ഒന്നാണ്. മനുഷ്യ ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മളെല്ലാം നല്ല കരുതൽ കൊടുക്കുന്നത് പോലെ, നല്ല ശ്രദ്ധ കാണിക്കുന്നത് പോലെ ക്ഷേത്രങ്ങളെയും നല്ല ഐശ്വര്യത്തോടു കൂടി നല്ല ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ സാധിക്കേണ്ടതുണ്ട്. 1.5 കോടിയോളം രൂപ ചിലവിലാണ് ക്ഷേത്രത്തിൽ നവീകരണ പ്രവൃത്തികൾ നടന്നുവരുന്നത്. ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് M. വാസുദേവൻ നായർ അധ്യക്ഷനായി. മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ KP. സുരേന്ദ്രൻ ഉപഹാര സമർപ്പണവും റിപ്പോർട്ടും അവതരിപ്പിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK. ദേവദാസ്, കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A. സതീഷ്, മലബാർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ A. രാമസ്വാമി, V. കൃഷ്ണൻകുട്ടി, ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി മുൻ ചെയർമാൻ ഗംഗാധരൻ മാസ്റ്റർ, ദേവസ്വം ബോർഡ് പാലക്കാട് അസിസ്റ്റന്റ് കമ്മീഷണർ R. വേണുഗോപാൽ, ക്ഷേത്രം തന്ത്രി ദിവാകരൻ നമ്പൂതിരി, പഞ്ചായത്ത് അംഗം V. അംബിക, KK. രഘുനാഥ്, K. ജിതേഷ്, UV. കുമാരൻ, VP. വേണുഗോപാല മേനോൻ, KU. ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. ചമ്പക്കുളം അയ്യപ്പൻകാവ് നവീകരണ സമിതി സെക്രട്ടറി MK. വിജയൻ മാസ്റ്റർ സ്വാഗതവും ഭരണസമിതി ചെയർമാൻ KF. ജയേഷ് സുന്ദർ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രണവം സ്കൂൾ ഓഫ് ഡാൻസിന്റെ നേതൃത്വത്തിൽ നൃത്യങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൈലിയാട് KVUP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും ആദരണവും സംഘടിപ്പിച്ചു. മന്ത്രി MP. രാജേഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്കാണ് സ്കൂൾ അങ്കണത്തിൽ പൂർവ്വകാല അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുചേർന്നത്. ചടങ്ങിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥിയും മന്ത്രിയുമായ MP. രാജേഷ് നിർവഹിച്ചു. അനേകം ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വളരെ സവിശേഷതയുള്ള വൈകാരികമായ പ്രത്യേകതയുള്ള ഒരു ചടങ്ങിലാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. പഠിച്ച സ്കൂളിൻ്റെ
100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനവും ആദര സമ്മേളനവുമാണ്. വളരെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു വേദി പ്രസംഗിക്കുന്നത് പോലെയല്ല. സ്റ്റേജിലുള്ളവരും സദസ്സിലുള്ളവരുമൊക്കെ ഒന്നുകിൽ കൂടെ പഠിച്ചവരാണ്, അല്ലെങ്കിൽ തൊട്ട് മുകളിലെ ക്ലാസ്സുകളിൽ പഠിച്ചവരാണ്, അതല്ലെങ്കിൽ താഴെ ക്ലാസ്സുകളിൽ പഠിച്ചവരാണ്, പിന്നെ പഠിപ്പിച്ച അധ്യാപകരാണ്. അതിനും പുറമെ എനിക്ക് സ്വന്തം രക്ഷിതാക്കളെ പോലെ അടുപ്പമുള്ളവരും പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആളുകളാണ്. ഇങ്ങനൊരു സദസ്സിൽ ഇവിടെ ഇല്ലാതെ വേറെ ഇതുവരെ പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല. അതിന് അവസരം ഉണ്ടാവില്ല, അതിവിടെ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ചടങ്ങാണ് ഈ ചടങ്ങ്. ഞാനങ്ങനെ വേദിയിലേക്ക് സദസ്സിലേക്കൊക്കെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ പരിചയക്കാരായ ആളുകളുടെ മുഖത്തേക്ക് മാത്രമല്ല നോക്കുന്നത്, എത്രയോ വർഷത്തെ ഓർമ്മകളിലേക്കാണ് തിരിഞ്ഞു നോക്കുന്നത്. വാർഡ് മെമ്പർ പി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. വിജയനുണ്ണി, പി ഹരിദാസ്, എം സുരേഷ് കുമാർ, ഇ വിനോദ് കുമാർ, കെ വിജയൻ, കെ പി രാമചന്ദ്രൻ, കെ രാധാകൃഷ്ണൻ, കെ കൃഷ്ണൻകുട്ടി, പാലൊളി ഹുസൈൻ, ബഷീർ ആലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. 75 വയസ്സ് കഴിഞ്ഞ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വകാല അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. ഹെഡ് മിസ്ട്രസ് സി പി ബിന്ദു സ്വാഗതവും പി മുരളി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി സന്ദർശിച്ചു. ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവൃത്തികൾക്കായി ദേവസ്വം ബോർഡിന്റെ അകമഴിഞ്ഞ പിന്തുണയുണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾക്ക് എം.ആർ. മുരളി ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ക്ഷേത്രത്തിലെത്തിയ എം.ആർ. മുരളിയെ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാടയിട്ട് സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ പ്രവൃത്തികൾ അദ്ദേഹം നോക്കിക്കണ്ടു. ക്ഷേത്രം ഭാരവാഹികളുമായി നവീകരണ പ്രവൃത്തികളെക്കുറിച്ച് സംസാരിച്ചു. നവീകരണ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണെന്നും ഫണ്ടിന്റെ അപര്യാപ്തതയുണ്ടെന്നും എം.ആർ. മുരളിയെ ഭാരവാഹികൾ ബോധ്യപ്പെടുത്തി. ദേവസ്വം ബോർഡിന്റെ സഹായം ഉടൻ നൽകുമെന്നും എം.ആർ. മുരളി ഉറപ്പ് നൽകി. ശ്രീ മഹാദേവന്റെ ശ്രീകോവിലിന്റെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ഇതിന് 22 ലക്ഷത്തോളമാണ് ചിലവ്. അതിനോടൊപ്പം തന്നെ ശ്രീ ധർമ്മശാസ്താവിന്റെ ശ്രീകോവിൽ പുതുക്കിപ്പണിയലും അന്തിമഘട്ടത്തിലാണ്. ഇതിന് 10 ലക്ഷത്തോളമാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ശ്രീകോവിൽ പൂർത്തീകരിച്ച് നവംബർ 3 രാവിലെ 10 മണിക്ക് ബാലാലയത്തിൽ നിന്നും പ്രതിഷ്ഠ നടത്തും. നാഗങ്ങളെ ഒക്ടോബർ 27 രാവിലെ 7 മണിക്കും 8 ഇടയിൽ പുതുതായി നിർമ്മിച്ച നാഗത്തറയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും. തന്ത്രി പനാവൂർ ഉണ്ണി നമ്പൂതിരിയാണ് മുഖ്യ കാർമ്മികത്വം. ക്ഷേത്രത്തിലേക്ക് പരമാവധി സഹായം അനുവദിക്കുമെന്ന് എം.ആർ. മുരളി ഉറപ്പു നൽകി. ഭക്തരുടെ നിസ്സീമമായിട്ടുള്ള സഹകരണം, വലിയ നിലയിലുള്ള പിന്തുണ ഈ കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്തു വന്നപ്പോൾ അതിന്റെ ഇരട്ടി ചെലവ് വരുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്നാൽ എല്ലാം വളരെ ഭംഗിയായി നടക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. നമ്മുടെ നവീകരണ കമ്മിറ്റി നല്ല പ്രശംസനീയമായ പ്രവർത്തനം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. ഭക്തർക്ക് നല്ല നിലയിലുള്ള വിശ്വാസ്യത ഈ കമ്മിറ്റിയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചുണ്ട്. സമയബന്ധിതമായിട്ട് തന്നെ ഉത്സവത്തിന് മുമ്പായി ഏതാണ്ട് എല്ലാ പണികളും പൂർത്തീകരിക്കാൻ കഴിയും എന്ന വിശ്വാസമാണുള്ളത്. മലബാർ ദേവസ്വം ബോർഡ് ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിയുന്നതിന്റെ പരമാവധി സഹായം നൽകുന്നതിന് വേണ്ടി അറിയിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പഠിച്ച വിദ്യാലയത്തിലേക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് പൂർവ്വ വിദ്യാർത്ഥികൾ. പഴയ ലക്കിടി GSBS സ്കൂളിലെ 98-99 ബാച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 50ഓളം കസേരകളാണ് സ്കൂളിലേക്ക് സമ്മാനിച്ചത്. ചടങ്ങിൽ ജില്ലാ സഹോദയ കലോത്സവത്തിൽ മോണോക്ചന 1ാം സ്ഥാനം നേടിയ മൗണ്ട് സീനയിലെ 7ാം ക്ലാസ്സുകാരി ഹൈഫ ഷഹീറിനെയും വിദ്യാർത്ഥി കൂട്ടായ്മ ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങ് പ്രധാനാധ്യാപിക AR നിഷ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫൈസൽ അധ്യക്ഷനായി. പൂർവ്വ വിദ്യാർത്ഥികളായ K ഫ്രൻസിയ, S ഷാജിദ് അലി, AM നബീസ ഷെറിൻ, MA റാഷിഖ് സലി, K ഹുസൈൻ, V റിയാസ്, PK ഹക്കീം എന്നിവർ പങ്കെടുത്തു. എന്താണ് നിങ്ങളുടെ സ്കൂളിലേക്ക്, നമ്മുടെ സ്കൂളിലേക്ക് ആവശ്യമെന്നറിഞ്ഞ് നിരന്തരമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്ട് നീട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ച് കസേരകളാണ് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കസേര വേണം? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് 10-50 കസേര വേണം. 20 കിട്ടി ആയിക്കോട്ടെ എന്നാണ് വിചാരിച്ചത്. ഇപ്പം ഞാൻ വിചാരിക്കാൻ ഒരു ഓർമ്മ പറഞ്ഞാൽ മതിയല്ലോ. അവരൊരു
വളരെ ഒരൊറ്റ ആഴ്ച കൊണ്ടാണ് ഈ ഒരു 50 കസേര സ്കൂൾക്ക് ഉണ്ടാക്കി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. 1997 സ്കൂളിലെ 1ാം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥി കൂട്ടായ്മ സ്റ്റേജിലേക്കുള്ള കർട്ടനും കഴിഞ്ഞ ദിവസം സ്കൂളിലേക്ക് സമർപ്പിച്ചിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തെ PTA അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലെ കുഴികൾ അടയ്ക്കാത്തതിനെതിരെ മുരുക്കുംപറ്റിയിൽ അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വാഴവയ്ക്കൽ സമരം ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ KA ബഷീർ, K ഷമീർ, INTUC മണ്ഡലം പ്രസിഡന്റ് സൂര്യനാരായണൻ, നേതാക്കളായ മോനു, K കുഞ്ഞുമുഹമ്മദ്, P നൌഫൽ, സേതുമാധവൻ, ശിവദാസൻ, മണികണ്ഠൻ, ഹംസ, സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാലിന്യം വലിച്ചെറിയുന്നവരുടെ അഭ്യർത്ഥനയുമായി മന്ത്രി MB രാജേഷ്. മാലിന്യം വലിച്ചെറിയുന്ന കാലം കഴിഞ്ഞെന്നും അത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത വിദ്യാലയം, ഹരിത നഗരം, ഹരിത ഭവനം ക്യാമ്പയിൻ, മാലിന്യമുക്ത തൃത്താല മെഗാ ശുചീകരണത്തിന്റെ ഉദ്ഘാടനം കൂറ്റനാട് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത വിദ്യാലയം, ഹരിത നഗരം, ഹരിത ഭവനം ക്യാമ്പയിൻ, മാലിന്യമുക്തം തൃത്താല മെഗാ ശുചീകരണം ശനിയാഴ്ച രാവിലെ കൂറ്റനാട് സെന്ററിലാണ് സംഘടിപ്പിച്ചത്. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യം വലിച്ചെറിയുന്ന കാലം കഴിഞ്ഞെന്നും അത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടി എടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ 10,000 രൂപ മുതൽ പിഴ ചുമത്താൻ നിയമ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടെത്തി സർക്കാരിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുന്നവർക്ക് 2,500 രൂപ പാരിതോഷികം നൽകുമെന്നും മന്ത്രി സൂചിപ്പിച്ചു. അല്ലേ, അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റൂ? അതിനല്ലേ ഈ ബിന്ന് വെച്ചിട്ടുള്ളത്. ഈ ബിന്നുകൾ ഇവിടെ ഉണ്ടായിട്ട് അതിൽ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. റോഡരികിൽ മുഴുവൻ വലിച്ചെറിഞ്ഞത് ഒരു ദാക്ഷിണ്യവുമില്ലാതെ അത്തരം. ചടങ്ങിൽ നാഗൽശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലേന്ദ്രൻ അധ്യക്ഷനായി. മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ P സേതലവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, AO K പ്രസാദ്, ഡോക്ടർ K രാമേന്ദ്രൻ, MV രാജൻ എന്നിവർ സംസാരിച്ചു. തൃത്താല മണ്ഡലത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള മെഗാ യജ്ഞത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഹരിത വിദ്യാലയങ്ങൾ, ഹരിത ഭവനങ്ങൾ, ഹരിത നഗര കേന്ദ്രങ്ങൾ എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. കൂടാതെ മണ്ഡലത്തിലെ കോളേജുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിലെ NCC, SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, പരിസ്ഥിതി ക്ലബ്ബുകൾ, ഭൂമിത്രസേന, സുസ്ഥിര ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPM പരുത്തിപ്പുള്ളി ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടന്നു. CPM കുഴൽമന്ദം ഏരിയ സെക്രട്ടറി A അനിതാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലൊരു പ്രയാസത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് നന്നായി മുൻനിർത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നല്ല കേന്ദ്ര സർക്കാർ ഒരു സാമ്പത്തിക പിലാപ്പുള്ളി 3-സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ച സീതാറാം യെച്ചൂരി കൊടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് ലോക്കൽ സമ്മേളനം നടന്നത്. മുതിർന്ന ലോക്കൽ കമ്മിറ്റി അംഗം KA രാജൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പതാക ഉയർത്തൽ ചടങ്ങിൽ B രവികുമാർ മാസ്റ്റർ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M അസനാർ സ്വാഗതം പറഞ്ഞു. PS പ്രേംനാഥ് രക്തസാക്ഷി പ്രമേയവും അൻസാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ KA ശിവദാസൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA ഉൾപ്പെടെയുള്ള ഏരിയ കമ്മിറ്റിയാണ് സമ്മേളനം നിയന്ത്രിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം നഗരത്തിലെ ബാർ ഹോട്ടലിൽ സംഘർഷം, ഒരാൾക്ക് കുത്തേറ്റു. വധശ്രമക്കേസിൽ 4 പേർ അറസ്റ്റിൽ. ചെറുതുരുത്തി കൊച്ചി പാലത്തിന് സമീപം മിനി ലോറിക്ക് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ബസ് യാത്രക്കാർക്ക് നിസ്സാര പരിക്ക്. ചൈതന്യത്തിന് കളങ്കമേൽക്കാത്ത പരിപാലനമാണ് യഥാർത്ഥ ക്ഷേത്ര സംരക്ഷണമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി. കോട്ടായി ചമ്പ്രക്കുളം അയ്യപ്പൻകാവിൽ നവീകരിച്ച പ്രദക്ഷിണ വഴി സമർപ്പണം. നവീകരണം പുരോഗമിക്കുന്ന മാങ്കുർശി ഭഗവതി ക്ഷേത്രം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സന്ദർശിച്ചു. ശതാബ്ദി നിറവിൽ കൈലിയാട് KVUP സ്കൂൾ. വിപുലമായ ആഘോഷ പരിപാടികൾ തുടരുന്നു. വിദ്യാലയത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകർക്ക് ആദരവും.
75 വയസ്സ് പിന്നിട്ട പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.